ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഉറങ്ങിപ്പോയി. വീട് പുള്ളിക്കാരത്തെ വീട് ഇതാ. ഇവിടെയാണോ? ആ ഇപ്പൊ എവിടെ പോയി? അല്ലേ മുമ്പിൽ നിൽക്കുന്നേ? ജോമോനല്ലേ മുമ്പിൽ നിൽക്കുന്നേ? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. പ്ലാവ് കടലാട്ടി 2025 ചക്കകളെല്ലാം തീർന്നു. സെപ്റ്റംബർ ചക്കകൾ തീർന്നിട്ടില്ല. 2025 ചക്കകൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വിരിഞ്ഞു തുടങ്ങി. ഡിസംബർ ആകുമ്പം പറിക്കും. അപ്പൊ എങ്ങനെ 2025 ചക്ക തീരും? അല്ല, അത് 2024 തുടങ്ങിയല്ലേ? 2024 തുടങ്ങിയ ചക്ക വസന്തം ഇപ്പം ഇന്നുകൊണ്ട് തീരുവാണ്. ഇനി ഡിസംബർ തിന്നായിരിക്കും അല്ലേ നമ്മൾ നാളെ കാണിച്ചത്? വിരിഞ്ഞില്ല, ഓഗസ്റ്റ് അവസാനം വിരിഞ്ഞു. നമുക്ക് സത്യം പറഞ്ഞ ഒരു വർഷം മുഴുവൻ ചക്കയുണ്ട്. ഇത് നമുക്ക് ഇച്ചിരി കിട്ടുന്നതായിരുന്നു. സെപ്റ്റംബർ അവസാനം വരെ കിട്ടുന്നതായിരുന്നല്ലോ. കഴിഞ്ഞാണ് കിട്ടിയല്ലേ. മഴ നേരത്തെ എത്തോണ്, മഴ ഒത്തിരി സമയം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചക്കയ്ക്ക് പറ്റിപ്പോയത്. ഇതിനാണ് കാലത്ത് വലിക്കുന്നത്. ഏതാണ്ട് പ്രാണിയെ കണ്ടോ അവിടെ? ഇതാണ്. ഭയങ്കര വെയിലാട്ടോ, ചൂട് ഭയങ്കര. വെയിൽ തെളിഞ്ഞപ്പോൾ ചക്ക വീർന്നിരിക്കുന്നു. അവിടെ വിവാൻ പുതിയ സ്കൂൾ യൂണിഫോം, കോളേജ് യൂണിഫോമൊക്കെ കിട്ടി. വെറുതെ വെച്ചിട്ടാ. രാവിലെ 7 മണിയാകുമ്പോഴത്തേനും അവന് 7:15 ഇവിടുന്ന് പോകണം. എന്നാലേ ഉള്ളൂ വണ്ടി പോവും. അല്ലെങ്കിൽ ധൃതിയില്ല അത് തല ജീവിക്കും. ഇപ്പോൾ റെഡിയായിട്ട് നമുക്ക് സ്കൂട്ടറിലാകുമ്പോൾ സ്കൂട്ടർ കാഞ്ഞിട്ടിനകത്ത് കൊണ്ട് വെച്ചിട്ട് കോളേജ് വണ്ടി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് ബസ്സൊക്കെ കയറണം. 7:25 ഉണ്ടാകുമ്പോൾ ബസ് അവിടെ നിന്ന് എടുക്കും. അപ്പോൾ അതിനു മുമ്പ് ചെല്ലണം. അവിടെ നിന്ന് 3-4 പിള്ളേരുണ്ട്. ലാസ്റ്റ് ചക്കയുടെ മണ്ടലാണ് പൊന്നൂന് കൊടുക്കാൻ പോകണം കേട്ടോ. പൊന്നൂന് ഇത്തവണത്തെ ചക്കതീറ്റ ഒഴിയുകയാണ്. ഇട്ടടി പൊന്നെ. എലിക്കുട്ടി എൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നതാണ്. ചാടി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതാണ്. ഇവിടെ നോക്കി നിൽക്കുവാണ്. ഇപ്പം രാവിലെ പുറത്തിറക്കമുണ്ട് ശകലം. നമ്മുടെ ചക്കയെല്ലാം തീർന്നു. ചക്കയെല്ലാം തീർന്നേ. ആ ചക്ക ആ പ്ലാവിലുണ്ടായിരുന്നു. അതെല്ലാം തീർന്നു. ആ എല്ലാം പറിച്ച് തീർന്നു. ആ ഇനി അടുത്ത ഉണ്ടാകണം. ആ അതിന് ചെറിയ കേടുണ്ട്. പണ്ട് കമ്പ് കേടുണ്ടായിരുന്നല്ലേ. നല്ല സമയത്ത് പ്രായത്തിന് കേടായിപ്പോയി. ആ അതുകൊണ്ട് ചക്ക ഇച്ചിരി കേടുണ്ടായിരുന്നു ഇടയ്ക്ക്. അത് കഴിഞ്ഞ് മാറിയായിരുന്നു. ചക്ക ഉണ്ടായിരുന്നാണോ? പിന്നെ തീർന്നല്ലേ? ആ തീർന്നു. ഇത് നടക്കുവാണോ? അങ്ങോട്ട് നടന്നു പോവാണോ? അങ്ങോട്ട് നടന്നു പോകുവാണോ എന്ന്? വീട്ടിലോട്ടല്ലേ? ആ അതാ ചോദിച്ചേ. ആ വിവാൻ രാവിലെ പോയി. വിവാൻ പോയപ്പോഴത്തേനും അമ്മ ഇല്ലാതെ പോയി. അമ്മ അകത്തായി പോയി. ആ ഒരു നമ്മൾ ചക്കമാറിൽ കൊടുക്കുവാണ്. ഉള്ളൂ. അപ്പോൾ അമ്മയെ പോലെ ഒരു ചക്കതീനിയാണ്. എന്നാ ഏതാ എന്നാ? ആ അത് വണ്ടി മൂടിയിട്ടിരിക്കുന്നതല്ലേ. വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി. വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ടേ. വെയിൽ കൊള്ളാതിരിക്കാൻ, കാക്ക തൂറാതിരിക്കാനൊക്കെ ആയിട്ട്. വെയിൽ കൊള്ളാതിരിക്കാനോ? ആ അതെന്താ വണ്ടിയല്ലേ? അമ്മയുടെ മകളുടെ കാറാന്നേ. അവള് ഓസ്ട്രേലിയക്ക് പോയില്ലേ? ഓസ്ട്രേലിയ? അവിടെ താമസമായോ? ആ അവിടെ പ്രവീണിൻ്റെ കൊച്ചിനെ നോക്കാൻ പോയതാ. പ്രവീണിൻ്റെ കൊച്ചില്ലേ, ഉണ്ണിക്കുട്ടൻ്റെ കൊച്ചിനെ നോക്കാൻ പോയതാ. ഉണ്ണിക്കുട്ടൻ്റെ കൊച്ചിനെ നോക്കാൻ പോയതാ. കൊച്ചിനെ നോക്കാൻ? ആ എന്നാ വേണ്ടേ? 4 മാസം കഴിയുമ്പം വരും. ഡിസംബറിൽ വരും.
കൊച്ചിന് വേറെ അവിടെ ആരാ താമസം? ഉണ്ണിക്കുട്ടൻ അവിടെ ഇല്ലേ? ഏ ഉണ്ണിക്കുട്ടൻ അവിടെ ഉണ്ടല്ലോ. അവരെല്ലാവരും ഉണ്ടോ? ആ കുടുംബമായിട്ടാണോ? ആ കുടുംബമായിട്ട്. എന്നാൽ പിന്നെ എന്നാ? അതേന്നേ, ഒരു കുഴപ്പമില്ല. പിന്നെ പണിക്കന്മാരെ അവിടെ നോക്കി ആ കൊമ്പെല്ലാം ചുമന്ന് കിടക്കണം. അത് കാപ്പി കൊക്കോ പൂത്തിരിക്കുന്നതല്ലേ. അത് തളർത്തതാ. തളുത്ത പൂത്തവും പോട്ടെ, തളുത്ത. ഇവിടെ പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ഉള്ളോ? നമ്മളെ ഉള്ളു. ഞങ്ങൾ വേലിക്കുട്ടി. അപ്പം ഇതൊക്കെ നോക്കി എടുക്കണോ? പിന്നെ എല്ലാ കാര്യവും എല്ലാം നോക്കിയെടുക്കണം. ജോലിക്ക് പോകണുണ്ടോ? ജോലിയൊന്നും ഇല്ലെന്നേ കാര്യമായിട്ട്. ഈ വെച്ചിരിക്കണം. ഏത്? അതല്ലേ പറഞ്ഞ വണ്ടി മൂടിയിട്ടേക്കുമെന്ന് പറഞ്ഞേ. വണ്ടി മൂടിയിട്ടേക്കണമെന്ന് പറഞ്ഞതല്ലേ? വണ്ടിയോ? ആരുടെ? എൽസിയുടെ കാറാന്ന് പറഞ്ഞില്ലേ? എൽസിയുടെയോ? എൽസി ഇപ്പോൾ എവിടെയാ? എൽസി ഓസ്ട്രേലിയയിലാന്ന്. ഓസ്ട്രേലിയ? അവിടെ ജോലിയല്ലേ? ജോലിയൊന്നുമില്ല. കൊച്ചിനെ നോട്ടം ജോലിയാ. പ്രവീണിൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ കൊച്ചിനെ നോക്കുവാണ്. കൊച്ചിനെ നോക്കുവാണ്? ഒരു കുഞ്ഞുമാവയും കൂടെ ഉണ്ടായി. ഒരു കുഞ്ഞുമാവയും കൂടെ ഉണ്ടായി ഉണ്ണിക്കുട്ടന്. വേറെ ഉണ്ടായോ? അപ്പം മൂത്തവനെ നോക്കണം. എത്ര പിള്ളേരുണ്ട്? 2 പിള്ളേര്, 2 ആൺപിള്ളേര്. മാത്രമേ ഉള്ളൂ? അവിടെ നോക്കാനായിട്ടൊന്നും ആളെ കിട്ടത്തില്ല. പിള്ളേരെ നോക്കാനൊന്നും ആളെ കിട്ടത്തില്ല. സ്വന്തം കാര്യത്തിന് പോലും ആയില്ല. അത് തന്നെ. അപ്പോൾ രാവിലെ സമയം ഇപ്പോൾ 7:30 ആയതേ ഉള്ളേ. അപ്പോൾ വിവാൻ പോയ പുറകെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. വിവാൻ പോയത് അമ്മ കണ്ടില്ല, അകത്തായിരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ആർക്കും കുഴപ്പമില്ല. ആർക്കെ? എൽസിക്കോ? എൽസിക്ക് 2 പേരല്ലേ? 2 ആണുങ്ങളല്ലേ? 2 ആണുങ്ങളല്ലേ? ഇനി ഡിസംബറിൽ വരും. ഡിസംബർ അവസാനം വരും. അത്രയേ ഉള്ളൂ? പിള്ളേർ എത്രയുണ്ട്? അവർക്ക് 2 പിള്ളേര്. അവരൊക്കെ പഠിക്കുമല്ലേ? അവരൊക്കെ ജോലിക്കാരും പഠിത്തമൊക്കെയാ. എന്തോരമായി? ഒരാൾ കല്യാണം കഴിച്ചില്ലേ? അവൻ്റെ അല്ലേ ഉച്ചുണ്ടെന്ന് പറഞ്ഞേ. മറ്റവൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു കാനഡയിൽ. പഠിത്തവും ജോലിയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ജോലി കുറച്ച് കഴിയുമ്പോൾ തീർന്നു പോയല്ലേ? ജോലിയൊന്നും തീർന്നു പോയില്ല അവിടെയൊക്കെ. എങ്ങനെയാ? ഇല്ല, കൂടുതൽ നാളത്തെ ജോലി കിട്ടിയല്ല. അവിടെ എത്ര വയസ്സ് വരെ വേണം ജോലി ചെയ്യാം. ഇവിടുത്തെ പോലെയല്ല. എത്ര വയസ്സ് വരെ വേണമെങ്കിലും ജോലി ചെയ്യാവോ? അമ്മയുടെ പ്രായത്തിലൊക്കെ ജോലി ചെയ്യാം. പ്രായത്തിൻ്റെ നോട്ടമില്ല. പ്രായത്തിന് നോട്ടമൊന്നുമില്ല ഇവിടുത്തെ പോലെ. പ്രായം അത് പത്രം. ഇവിടെ ആരാ പെണ്ണുങ്ങളായിട്ടുള്ളത്? ഇവിടെ പെണ്ണുങ്ങൾ ഏലിക്കുട്ടിയുണ്ട്, ജോമോളുണ്ട്, വിവീനയുണ്ട്. വിവാൻ കോളേജിൽ പോയി. അമ്മയും ചാച്ചനൊക്കെ ഇല്ലേ? അമ്മയുള്ളൂ, ചാച്ചനില്ല. രാവിലെ നല്ല തെളിച്ചാണ് കേട്ടോ. പിന്നെ അമ്മയിൽ നടക്കുന്നുകൊണ്ടിരിക്കുക. സ്കൂൾ വണ്ടികളൊക്കെ പോകണം. സ്കൂൾ വണ്ടികളൊക്കെ ഇന്നിങ്ങനെ ഓണം കഴിഞ്ഞുള്ള സ്കൂളെല്ലാം തുറന്നു. അത് സ്കൂൾ വണ്ടി, സ്കൂൾ പിള്ളേർ പോകണമല്ലേ? സ്കൂളിലെ പിള്ളേർ പോകുന്ന സ്കൂൾ വണ്ടിയാ. സ്കൂൾ വണ്ടി. സ്കൂൾ പിള്ളേരെല്ലാം പോണേ. ഗവൺമെൻറ്റിൻ്റെ ഒന്നുമില്ല. ഗവൺമെൻറ്റിന് എവിടെയാണ് വണ്ടി വിടാൻ പൈസയുള്ളേ? നമ്മൾ പ്രൈവറ്റ് സ്കൂളുകാരെ. പണ്ട് വിവീനെ ഒക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേനും അമ്മ ഇവിടെ വന്ന് കുത്തിയിരുന്ന് നോക്കുമായിരുന്നു. സ്കൂൾ ബസ്സൊക്കെ കയറി പോയിക്കൊണ്ടിരുന്നപ്പം. ഇന്ന് അത്യാവശ്യം നല്ല തെളിച്ചമുണ്ട്. ഇന്നലെയൊക്കെ ഒരു മഴക്കോളൊക്കെ ആയിരുന്നു. നല്ല തെളിച്ചമുണ്ട്. എല്ലാവരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം 2-3 ദിവസമായിട്ട് സ്ഥിരം പുറത്തിറങ്ങി അമ്മ നടക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ഇന്നലെ ആണെങ്കിലും അവച്ചേട്ടായെ കണ്ടുകൊണ്ട് ഓടിപ്പോയി. കയറിപ്പോകാ, അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകാമെന്ന്. അകത്തേക്ക് പോകാം. പിന്നെ എവിടെയാ പോണേ? എവിടെയാ? ഇതല്ലേ വീട്? ഇതാണ് വീട്.
പഴയ വീടല്ല, അത് കഴിഞ്ഞ് നമ്മൾ പണിത വീട്. പണ്ടത്തെ തറവാടല്ലായിരുന്നു. ആണോ? ആ, ഇതിലെ വട്ടം നടക്കുവാണോ? അതിലെ കറങ്ങി വരുന്നുണ്ടോ? താമസിക്കാനാരോ ഇവിടെ താമസിക്കുന്ന ഏലിക്കുട്ടി. ഏലിക്കുട്ടി ജോമോന്. ആ, എലിക്കുട്ടി ഇളയ മകനും. എത്ര പേരാ? ഞങ്ങൾ എത്ര പേരാ? ആര്? ഞങ്ങൾ 4-5 പേരുണ്ട്. 4-5 പേരുണ്ട്. ആ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ന് ചെരുപ്പൊക്കെ ഇട്ടാ ഇറങ്ങിയേക്കണം കേട്ടോ. ആദ്യത്തെ 2-3 ദിവസം ചെരുപ്പിടാതെ ഇറങ്ങിയാലും ഇന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഓർമ്മയുണ്ട്. ആ, സ്ഥിരം എവിടെയാ? അല്ലവനെ എവിടെയാ? വേറെ എവിടെ പോകാനാ? വീട്ടിലോട്ട് പോകണ്ടല്ലേ? ഇതാ വീട്, വേറെ വീടൊന്നുമില്ല. ഈ വീടേ ഉള്ളൂ, വേറെ വീടൊന്നുമില്ല പോകാനായിട്ട്. ഒരു പള്ളിയിൽ പോയിട്ട് പോകണവരാ. ആ, പള്ളിയിൽ പോയിട്ട് പോകണ ആൾക്കാരാണത്. മുത്തപ്പൻ്റെ പള്ളിയല്ലേ? ആ, മുത്തപ്പൻ്റെ പള്ളി, നമ്മുടെ മുത്തപ്പൻ്റെ പള്ളി. ആ, പട്ടി ഓടി കിടക്കുക. പട്ടി കൂട്ടിലല്ലേ കിടക്കുന്നത്? അതെല്ലാം മൂപ്പിട് കയറിപ്പോയി. ആ, അത് പോയെന്നേ. അതിങ്ങനെ പറക്കി അവിടെ പൊഴിഞ്ഞു വീഴുന്ന ഓരോന്ന് പറക്കി വെച്ചിരുന്നല്ലേ. അത് വലിയ ഗുണമില്ലാത്തതാണെന്നേ. ആ, അത് വലിയ ഗുണമില്ലാത്ത വണ്ടി, അതുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. എൻ്റെ പെങ്കൊച്ചോ? എൻ്റെ കെട്ടികൾക്ക് ഇവിടെയല്ലേ ജോലി? ഇവിടെയാ ജോലി. ഇല്ലെന്നേ. വീട്ടുപണി വീട്ടു ജോലി. ആ, എലിക്കുട്ടീനെ ഇല്ല, എലിക്കുട്ടീനെ നോക്കുക. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. പണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നു. കല്യാണം കഴിച്ചപ്പിനെ ഇല്ല, പിന്നെ എലിക്കുട്ടീനെ നോട്ടായിപ്പോയി. പിള്ളേര് 2 പേര്. ഓ, ഒരുമാതിരിയൊക്കെ കുഴപ്പമില്ല. ഏത്? ഇതല്ലേ നമ്മുടെ വീട്? ആ, ഇതാ നമ്മുടെ വീട്. നമ്മൾ താമസിക്കുന്നത്, നിങ്ങളല്ല, നമ്മൾ താമസിക്കുന്നത്. ആ, അത് സാബുവിൻ്റെ വീട്. സാബുവിൻ്റെ വീട്. ആ, സാബുവിന് 2 പിള്ളേര്. ആ, സാബു ഇന്നലെ വന്ന് അമ്മയുടെ വർത്തമാനം പറഞ്ഞു തന്നല്ലേ. ആ, സാബുവിന് ജോലിയുണ്ട്. സാബുക്കും ജോലിയുണ്ട്. ഒരാൾ മെഡിക്കൽ കോളേജിലും ഒരാൾ കാരിത്താസിലും. ആ, ആ, ചക്ക നമ്മളത് പഴിപ്പിക്കണം. വിവീനയ്ക്ക് കുമ്പിളുണ്ടാക്കണം എന്ന് പറഞ്ഞു എന്നോട് വെച്ചിരിക്കുന്ന ലാസ്റ്റ് ചക്കയാണ്. അവൻ കളിക്കുന്നല്ലേ, അവൻ അമ്മേനെ കണ്ടുകൊണ്ട് ഇവിടെ സന്തോഷം. സാബുവിൻ്റെയൊക്കെ പോണോ? ഒത്തിരി നാളായി. ഇപ്പം അവരെ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങുമായിരിക്കും. ചിലപ്പം ജോലിക്ക് പോകാനായിട്ടുള്ള തിരക്കിലായിരിക്കും. പോകാനുള്ള തിരക്കിലായിരിക്കും. ആ, പോകാനായിരിക്കുന്നേ. ആ, നേരത്തെ ചിലപ്പം വരുള്ളൂ. ചേച്ചിക്ക് പല ഷിഫ്റ്റല്ലേ, പല സമയത്തല്ലേ ജോലി? ചേച്ചിക്ക് പല സമയത്തല്ലേ ജോലി? പല സമയത്താ ജോലി ചേച്ചിക്ക്. സാബു രാവിലെ പോയാൽ വൈകുന്നേരം വരും. ആ, അതങ്ങനെ ആശുപത്രിയിലല്ലേ, നേഴ്സല്ലേ. ആ, ഇപ്പം നമ്മുടെ പ്ലാവേല ചക്ക എല്ലാം തീർന്നു. ചക്കയെല്ലാം തീർന്നു. ലാസ്റ്റ് ചക്ക നമ്മൾ പറിച്ച് വെച്ചിരിക്കുന്നത്. കരിക്ക് നമ്മൾ ഇന്നാൾ തേങ്ങ പറിച്ചപ്പോഴേ 1-2 കടന്നതാ. പൊഴിഞ്ഞു പോകും. പൊഴിഞ്ഞു പോകും. അത് പൊഴിഞ്ഞേ പോകും. അതുകൊണ്ട് പറിച്ച് വെട്ടിയതാ. നമ്മളിനി പറിക്കാൻ ചെല്ലുമ്പോഴത്തേനും അതെല്ലാം താഴെ പോകും. ആർക്കും കിട്ടിയില്ല. കാണുന്നവർ പറക്കിക്കൊണ്ട് പോകും. കന്നാലിനൊക്കെ അവിടെ നിൽപ്പുണ്ട്. കന്നാലി കൂട്ടി നിൽപ്പുണ്ടല്ലോ. ആ, അത് നമ്മുടെ കിടാവ് പൊന്നു വേണം നിൽക്കുന്നത്. അവിടെ ചക്ക മടലെല്ലാം അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക. ആ, കിടാവാ. പൊന്നുക്കിടാവ്. എൻ്റെ തള്ളേനെ നമ്മൾ കൊടുത്തില്ലേ? കറവയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൊടുത്തു. ആ, അതിവിടെ നോക്കാൻ ആള് വേണ്ടേ? ഇവിടെ ഉള്ളവർക്ക് മേലാതെ ആയിപ്പോയില്ലേ?
മേലാഴിക എന്ന് പറഞ്ഞാൽ പുല്ലൊന്നും പറിക്കാൻ പോകാൻ പറ്റില്ലായിരുന്നേ. തലകറക്കമൊക്കെയാ. തലകറക്കമൊക്കെ ഉണ്ടാവും. തലകറക്കോ? ഉം. വർഷം കൂടിയിട്ടായിരിക്കും. ആ പ്രഷറിൻ്റെ ഒക്കെ ആയിരിക്കും. എല്ലാം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ. നമുക്ക് ജോലി ഉണ്ടോ? ഉണ്ടോ? എന്നാ ഇല്ലേ? ജോലിയാ? അവക്ക് ജോലിയാ? ഉണ്ടോ? എന്നാ ജോലിയാ? ജോലി ഉണ്ടോന്നേ? ഇല്ലെന്നേ. എലിക്കുട്ടിയെ നോട്ടാ ജോലി. നീ മാത്രമേ ജോലിക്ക് പോകണോ? ആ നമുക്കും വലിയ ജോലിയൊന്നുമില്ല. നിനക്കില്ലേ? ആ കുറവാ ഇപ്പം. ആ. ഇപ്പം എല്ലാം പണിയെല്ലാം കുറവാ. പഴയ പോലെ പണിയൊന്നുമില്ല. അമ്മ ഇന്ന് 4-ാം ദിവസം ഒരു റൗണ്ടൊക്കെ വെച്ച് പുറത്തു കൂടെ ഇറങ്ങി ഒരു റൗണ്ടൊക്കെ വെച്ച് വന്നതാണ്. അമ്മ ഇന്ന് പുറത്തു കൂടെ ഒന്ന് വാക്കിങ് കഴിഞ്ഞ് വന്നതാണ്. വെളുപ്പിനെ നടപ്പം 8 മണിയാകുന്നു. ഇതൊക്കെ എല്ലാവർക്കും ബോറായി തുടങ്ങിയെന്ന് തോന്നല്ലേ. എല്ലാവരും കാഴ്ചക്കാരൊക്കെ ഇപ്പം കുറവുപോലെ തോന്നുന്നു. അമ്മ എവിടെയാ? അമ്മയല്ലേ നിൽക്കുന്നേ? അമ്മയായി നിൽക്കുന്നേ. വീട്ടിലാണ്. ഈ നിൽക്കുന്നതാണേ അമ്മ. ഈ നിൽക്കുന്നതാണ് അമ്മ. നിൽക്കുന്നത് ഇതാ അമ്മ. അല്ലല്ലേ, ഇവിടെ അമ്മ ഉണ്ടാകുന്നതല്ലേ. ഇവിടെയുള്ള അമ്മ എലിക്കുട്ടിയേ ഉള്ളൂ. എന്നിട്ട് എത്തിയേ? ആ നിൽക്കുന്ന ഇതാ എലിക്കുട്ടി അമ്മ. എലിക്കുട്ടിയാണ് ഇവിടുത്തെ അമ്മ. അമ്മ വീട് മാറി പോയ. എലിക്കുട്ടിയാണ് ഇവിടുത്തെ അമ്മ. ഞാനെങ്ങനെയാ? പിന്നെ ഇവിടുത്തെ അമ്മയാ? നിങ്ങളല്ലേ? എലിക്കുട്ടിയല്ല. ഞാൻ എൻ്റെ വീട്ടിലല്ലേ. ആ എലിക്കുട്ടിയുടെ വീടായത്. അതുപോലെ ഇവിടുത്തെ അമ്മ കൊണ്ടായിരുന്നു. ഇവിടുത്തെ അമ്മ എലിക്കുട്ടി. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്നേ. ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ആ അത് ജോലിക്ക് പോകല്ലേ? എന്നാ ജോലി? അത് ജോലിയല്ലേ? എന്നാ ജോലിയാ? എന്നാ ജോലിയാ? എന്നാ ജോലിയാന്ന്? ആ അമ്മക്കറിയത്തില്ലേ? ഒന്നുമില്ലേ? ആ പിന്നെ എന്നാ കുടുംബജോലിയുള്ളൂ. ആ ഇപ്പം എവിടെ പോയി? അല്ലേ മുമ്പിൽ നിൽക്കുന്നേ? ജോമോനല്ലേ മുമ്പിൽ നിൽക്കുന്നേ? മുമ്പിൽ നിൽക്കുന്നതാന്നേ. നീയാണോ? ആ ഞാനല്ലേ. അത് ശരി. ആ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ മാത്രമേ ഉള്ളോ ഇവിടെ? ഉള്ളോ? നമ്മൾ എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഏലിക്കുട്ടിയുണ്ട്. ഏലിക്കുട്ടിയുണ്ട്. ജോമോനുണ്ട്. ജോമോളുണ്ട്. വിവീനയുണ്ട്. വിവാഹനുണ്ട്. 5-6 പേരുണ്ടോ? 5 പേരുണ്ട്. ഞാനിവിടെ അങ്ങനെ ഇല്ലല്ലോ. പിന്നെ എവിടെയാ? ഞാൻ വന്നില്ലല്ലോ. പിന്നെ എവിടെയാ? എലിക്കുട്ടി പിന്നെ എവിടെയാ? ഞാൻ വീട്ടിലല്ലേ. ആ എലിക്കുട്ടി വീട്ടിലാ. ഈ വീട്ടിലാന്നേ. ഇതാണോ? ആ ഇതാ വീട്. അത് ശരി. ആ ഞാറുകുളം ഉതിർക്കട്ടെ അല്ലേ? ഇവിടെ പിന്നെ മറ്റോരോ ടോമോനും ടോമി അല്ല സാവു വിവാനൊക്കെയാ. ആ വിവാൻ ഇവിടെയുണ്ട്. ടോമി ഓസ്ട്രേലിയയിലെ, സാബു അപ്പുറത്ത് താമസിക്കുന്നത്. ദുമ്പേ പറഞ്ഞല്ലേ സാബുവിൻ്റെ അങ്ങ് പോണ കാര്യം. എൽസിയോ? എൽസി ഇപ്പം ഓസ്ട്രേലിയയിലാ. ആണോ? ആ ഇവിടെ ജോലിയാണോ? ജോലി കൊച്ചിനെ നോട്ടം ജോലിയാ. കൊച്ചിനെ നോട്ടം ജോലിയാ. അതാരുടെയാ? മകൻ്റെ കൊച്ചിനെ. മകൻ്റെ കൊച്ചിനെ. മകടിയാ? മകൻ്റെ. ആ അവന് ജോലിയാവും അല്ലേ? ആ അവർക്ക് 2 പേർക്കും ജോലിയുണ്ട്. അവർ 2 പേരും എവിടെയാണോ? ആ ഇപ്പോൾ കൊച്ചിനെ നോട്ടും അവളെ കുടുംബമായിട്ട് അവിടെയല്ലേ? ആ അപ്പോൾ അവൾ വല്ലപ്പോഴും വരുമോ? ആ ഇനി 4 മാസം കഴിയുമ്പോൾ വരും. 4 മാസം കഴിയുമ്പോൾ വരും. അങ്ങനെയാണോ? ആ വീട്ടിലേക്ക് പോകണം. ഏത് വീട്ടിലോട്ട്? എൻ്റെ വീട്ടിലോട്ട്. ഏതാ എലിക്കുട്ടിയുടെ വീട്? എലിക്കുട്ടിയുടെ വീട് ഏതാ? എൻ്റെ വീട് അവിടെ. എവിടെ ഞാനിപ്പം താമസിക്കുന്നതിൻ്റെ അടുത്ത്. താമസിക്കുന്നത് എവിടെയാ ഇപ്പം? ഇപ്പം എലിക്കുട്ടി താമസിക്കുന്നത് എവിടെയാ? ഇപ്പം താമസിക്കുന്നത് എവിടെയാന്ന്? അവിടെയല്ലേ? എവിടെ? അതറിയത്തില്ല. ഇല്ല. അതേതാ എന്ന് പറഞ്ഞ ഏതാന്ന്? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. അവിടെ ആരാണ് ഞാൻ ഓർക്കണത്? ഇല്ലേ? സ്ഥലം ഓർക്കുന്നില്ലേ? ഏറ്റുമാനൂരാണോ? ഏറ്റുമാനൂരാണോ? വീട്ടിലാ? ഏറ്റുമാനൂർ. ഏറ്റുമാനൂരൊന്നും അറിയാം. പിന്നെ എവിടെയാ? അത്ര ഏറ്റുമാനൂർ പോവാം. ആ പിന്നെ എവിടെയാ? ഒന്നാണ് വീടുണ്ടല്ലോ. ആ പിന്നെ എവിടെയാ താമസിക്കുന്നത്? വീടെന്ന് പറഞ്ഞ ഏതാന്ന്? എവിടെയാ അവര്? ആര്? അവനും കുടുംബമൊക്കെ. ആരാ? മകൻ. ഏത് മകൻ? ആ മകനെ അവിടെ അവൻ
അവിടെ താമസിക്കുന്നവൻ. എവിടെ താമസിക്കുന്നതാ പറഞ്ഞേ? ഏ എവിടെ താമസിക്കുന്ന? എനിക്കറിയാവോ? ആ അമ്മയിലെ പറഞ്ഞ മകൻ എന്ത് ചെയ്യുന്നു ചോദിച്ചേ. ആ നിങ്ങൾക്കല്ല അറിയത്തുള്ളൂ. ഏത് മകൻ്റെ കാര്യമാണ് ചോദിച്ചേ? ഏ ഏത് മകൻ്റെ കാര്യമാണ് ചോദിച്ചത്? നിനക്കറിയത്തില്ല ഇതികളുടെ കാര്യം, ഈ പിള്ളേരെ ചേട്ടാനിയന്മാരുടെ. ചേട്ടനിയന്മാരെ പല സ്ഥലത്തല്ലേ താമസിക്കുന്നേ? ഏ പല സ്ഥലത്തല്ലേ. ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരാൾ വെളിയിലുണ്ട്, ഒരാൾ ഇവിടെ തറവാട്ടിൽ താമസിക്കുന്നു. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ നമ്മളൊക്കെ അല്ലേ ഇരിക്കുന്നേ? ഏ നമ്മളൊക്കെ അല്ലേ ഉള്ളേ? നീ മാത്രമുള്ളോ? ആ ഞാനുണ്ട്, എലിക്കുട്ടിയുണ്ട്. ഞാൻ വീട്ടിലില്ല. ആ വീട്ടിലാ. ഈ വീട്ടിലാന്നേ. കുടുംബമായിട്ട് പിള്ളേരായിട്ടൊക്കെ താമസിക്കുന്ന ഇവിടെയല്ലേ? ആ അതേന്നേ. കുടുംബം പിള്ളേരായിട്ട് നമ്മളിവിടെ താമസിക്കുമല്ലേ? പിന്നെ ആരും ഇല്ലല്ലോ. ഏ ഇവിടെ ആരും ഇല്ലല്ലോ. ആ അവിടെ ഉള്ളവരൊക്കെ ഉണ്ട്. അടുക്കളയിൽ ആരും കാണുന്നില്ല, അതാണിപ്പം. അടുക്കള കാലാക്കേണ്ടതാണ്, ആരും കാണുന്നില്ല, അതാണിപ്പം. എനിക്ക് വീട്ടിലോട്ട് പോകണം. ഏത് വീട്ടിലോട്ട്? എൻ്റെ വീട്ടിലോട്ട്. ഏതാ വീട്? എൻ്റെ വീടെന്ന് പറഞ്ഞാ? ഇവിടെ ആരും ഇല്ല. ആ അവൻ കോളേജിൽ പോയില്ലേ? ഏ അവൻ കോളേജിൽ പോയി, അവന് ക്ലാസ് തുടങ്ങി. പോയോ? ആ ജോലിക്കാ? ജോലിക്കല്ല, പഠിക്കാൻ. പഠിക്കാൻ പോയെന്നേ. പഠിക്കാനാ? ആ രാവിലെ പോണപ്പം. അവനെന്നാ പെണ്ണോ ആണോ? ആണല്ലേ അവിടെ കിടക്കുന്നേ, വിവാനല്ലേ അവിടെ കിടക്കുന്നേ. അവനെന്നാ പഠിക്കണേ? അവന് ഈ എഞ്ചിനീയർ ഡിഗ്രിക്ക്. പാലായിൽ. പാലായില? ആ താമസിച്ച് പഠിക്കുക? താമസിച്ചില്ല, പോയി വരുവാ. താമസിച്ച് പഠിക്കാൻ അവന് കഴിയല. എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടാ? ഏത് വീട്ടിലാ? എൻ്റെ വീട്ടിലോട്ട്. അത് എൻ്റെ വീട് ഏതാ? ഏത് വീടാ? വീട്ടിൽ താമസിക്കുന്ന അവരെവിടെയാ? ആര്? എൻ്റെ അമ്മയൊക്കെ. അമ്മയൊക്കെ താമസിക്കുന്നതൊക്കെ പോയി. അമ്മയൊക്കെ സ്വർഗത്തിലോട്ട് പോയി. ഏ അമ്മയൊക്കെ സ്വർഗത്തിൽ പോയില്ലേ? എവിടെ പോയി? സ്വർഗത്തിൽ പോയി, സ്വർഗത്തിൽ. സ്വർഗത്തിലോ? ആ മരിച്ചു പോയോ? ആ അത് പ്രായം ചെന്നപ്പോഴല്ലേ? ആ പ്രായം ചെന്നല്ലേ മരിക്കുന്നേ. പ്രായം ചെല്ലാതെ മരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കളില്ല അതിന്. ആ പിന്നെയുള്ള മക്കളല്ലേ എലിക്കുട്ടിയൊക്കെ. ഇവിടെ ഇല്ലേ? അവിടെയൊന്നുമില്ല. പെണ്ണുങ്ങളുള്ളത്? ഇവിടെ പെണ്ണുങ്ങൾ ജോമോളുണ്ട്, വിവീനയുണ്ട്. ജോമോളുണ്ട്, വിവീനയുണ്ട്. അങ്ങോട്ട് എവിടെ പോവാ? അങ്ങോട്ട് എവിടെ പോവാ? അതിനൊന്നും പോകുന്നില്ല. ആ വേറെ ഉണ്ടോ? പിന്നെ ഇല്ലേ? ഉണ്ടെന്നേ. ആരുമില്ല. ഉണ്ടെന്നേ. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് അവിടെ കയറി കിടക്കുക. താമസിക്കാൻ? ഞാനോ? ഇല്ല, ഞാനും എലിക്കുട്ടിയുണ്ട്. ജോമോളുണ്ട്, വിവീനയുണ്ട്, വിവാനുണ്ട്. വീട്ടിലേക്ക്? ഏ എൻ്റെ വീട്ടിലോടൊന്ന് കൊണ്ടേ വിട്ടേ. ഏത് വീടാന്നേ? ഏത് വീടാ? എവിടെ? വീടറിയാലോ? ഞാനറിയില്ല. എനിക്കറിയാവുന്ന വീട് ഇതേ ഉള്ളൂ. എനിക്കറിയാവുന്ന വീട് ഇതേ ഉള്ളൂ. ഞാൻ അരയത്ത് കുത്തമ്പരയിൽ താമസമുണ്ട്. അരയത്ത് കുത്തമ്പരയിലൊന്നുമല്ല. പിന്നെ അരയത്ത് കുത്തമ്പര അമ്മ ഉണ്ടായ വീടല്ലേ? എലിക്കുട്ടി ജനിച്ച വീടല്ലേ അരയത്ത് കുത്തമ്പര? അതല്ല. ആ ഇനി ഞാൻ ജീവിച്ചോണ്ടിരിക്കുന്ന ഇപ്പം എവിടെയാ? ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞാറുകുളം ഉതിരക്കട്ടെ. ഇങ്ങോട്ടല്ലേ കെട്ടിക്കൊണ്ട് വന്നേ? ഞാറുകുളം ഉതിരക്കട്ടയിലോട്ടല്ലേ കെട്ടിക്കൊണ്ട് വന്നേ? വീട്ടുപേരും എന്നാ? ഞാറുകുളം ഉതിരക്കട്ട. അവിടെയാണ് കെട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. അരയത്ത കുത്തമ്പരയിലൊന്നും ആരുമില്ല. ആ വീടുമൊക്കെ പൊളിച്ചു കളഞ്ഞു. അവിടുത്തെ പേരെന്നാ? എവിടുത്തെ? ഞാറുകുളത്തേലെ ഉതിരക്കട്ട. ഉതിരക്കട്ട അവിടെയാണോ ഞാൻ? ആ അവിടെയാണ് എലിക്കുട്ടി. എലിക്കുട്ടിയും മക്കളും ഒക്കെ അവിടെയാണ്. അതെന്നതാ? എങ്ങോട്ട്? അങ്ങോട്ട് വീട്ടിലോട്ട്. ഏത് വീട്ടിലോട്ട്? ഏതാ വീട്? അറിയത്തില്ല. എലിക്കുട്ടി താമസിച്ചോണ്ടിരിക്കുന്ന വീട് ഇതാ. നീ എലിക്കുട്ടി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഇതാ. ഇതോ? ആ ഇതല്ലേ അവിടെ താമസിക്കുന്നത്? അവിടെ എവിടെയാ താമസിക്കുന്നത്? ഇവിടെ എങ്ങനെയാ വന്ന് താമസിക്കാൻ? അവിടെ അല്ലേ കിടക്കണം താമസമൊക്കെ? അവിടെയൊന്നുമല്ല, ഇവിടെയാ. ഇവിടെയാ. ആണോ? ആ പോവാ. ആ എലിക്കുട്ടിക്ക് ഒരു വീടേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ അവിടെ എന്ത് പറഞ്ഞു? എവിടെ? അത് എലിക്കുട്ടിയല്ലേ പറയണേ? അവിടെ താമസിക്കാന്ന് പറഞ്ഞത്. എവിടെ താമസിക്കണം? ഞാൻ എവിടെ? അവിടെ എവിടെയാ വീടിരിക്കുന്നത്? വീട്ടിൽ.
ആ ഇതേ വീടുള്ളൂ. എൻ്റെ വീട് എവിടെയാന്ന് പറഞ്ഞു. എലിക്കുട്ടിയുടെ വീട് ഇതല്ലേ? എലിക്കുട്ടിയല്ലേ പറഞ്ഞേ അവിടെയാന്ന്? നേരാണോ പറഞ്ഞാൽ ആർക്കറിയാം. ആ അതാ ഞാനും ചോദിക്കുന്നത്. ആരെയും വിശ്വസിക്കാൻ കൊള്ളുക. ആ എലിക്കുട്ടി അതെല്ലാം പറയണത്, ഞങ്ങളാരും അല്ലല്ലോ. ഇതെല്ലാം പറയണ എലിക്കുട്ടിയല്ലേ? എൻ്റെ വീട്ടിലോട്ട് വിട്ടേര് കൊണ്ടേ. എലിക്കുട്ടിനെ ഏത് വീട്ടിൽ കൊണ്ടുവിടാനാ? ഏത് വീട്ടിൽ കൊണ്ടുവിടാനാ? ഹേയ്, താമസപ്പെട്ടിരിക്കുന്ന വീട് അറിയത്തില്ലേ? താമസിക്കുന്ന വീട് ഇതാന്നേ. അങ്ങോട്ട് കൊണ്ടാ വിട്ടാ പോരെ. ഈ വീട്ടിലേ ഉള്ളൂ, വേറെ വീടൊന്നുമില്ല. ഈ വീടേ ഉള്ളൂ, വേറെ വീടൊന്നുമില്ല. ഇവിടെയോ? ആ ഇവിടെ പിന്നെ ആരാ? ഇവിടെ നമ്മളൊക്കെ താമസിക്കണം. നിങ്ങളോ? ആ നിങ്ങളല്ല, നമ്മൾ. ഇവിടെ പെണ്ണുങ്ങളാരും കൊച്ചുങ്ങളും ആരും ഇല്ലേ? പിന്നെ പെണ്ണുങ്ങളും കൊച്ചുങ്ങളൊക്കെ ഉണ്ട്. ആ മുറിയിൽ നോക്കി. ഈശോയൊക്കെ നോക്കിയിരിക്കും. ആ ഈശോയൊക്കെ നോക്കിയിരിക്കുക. ഈശോയൊക്കെ എലിക്കുട്ടി എന്നാ ഈ പറയണ നോക്കണേ. നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ടിരിക്കണം. ആ അവർ ചിരിച്ചോണ്ടിരിക്കുന്നു. അവരെവിടെയാ? അവർ വെളിയിലല്ലേ? ഇപ്പം എവിടെയാ? അവരിപ്പോൾ ഓസ്ട്രേലിയയിലാ. ഹോസ്റ്റലിലോ? പിന്നെ എന്നെ കൊണ്ടുവന്ന് വിട്ടേരെ. എവിടെ വിടാനാ നീ? എവിടെ വിടാനാ നീ? വീട്ടിലോട്ടോ. ഏത് വീട്ടിലോട്ടാ നീ? ആ വീട് എവിടെയാ? വീട് ഇതാ നീ. അതറിയാവുന്നതല്ലേ? ഇതേ വീടുള്ളൂ, വേറെ വീടൊന്നുമില്ല കൊണ്ടേക്കാൻ. എന്നെ ഒന്ന് കൊണ്ടേ വിട്ടേര്. എവിടെ? എൻ്റെ വീട്ടിലോട്ടോ. എലിക്കുട്ടിയുടെ വീട് ഇതാ. എലിക്കുട്ടി ഇതാന്ന് എലിക്കുട്ടിയുടെ വീട്. ഇതാണെന്നും പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ മതിയോ? പിന്നെ പിന്നെ എവിടെ ഇരിക്കണേ? വീട് ഇത് പഴയ വീടല്ലേ ഈ വണ്ടി? ഏത് വണ്ടിയാ? അത് ആവശ്യം വരുമ്പോൾ എടുത്താൽ പോരെ? ഇവിടെ ഇരിക്കണം. അത് ആവശ്യം വരുമ്പോൾ എടുത്താൽ പോരെ? ആവശ്യം വരുമ്പോൾ എടുത്താൽ പോരെ? എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവിട്ടു. ഓ എലിക്കുട്ടിയുടെ വീട് ഇതാ, വേറെ വീടില്ലെന്നേ. വേറെ വീടില്ല. കൊണ്ടുവന്നേ ഇല്ലെന്നേ. എവിടെയാന്നേ? ഞങ്ങൾക്കറിയാവുന്ന വീട് ഇതേ ഉള്ളൂ. പിന്നെ എങ്ങനെ താമസിക്കുന്ന വീട് ഇതാ? ഇതൊന്നുമല്ല. പിന്നെ ഏതാ? ഞങ്ങൾക്കറിയാവുന്ന വീട് ഇതേ ഉള്ളൂ. എനിക്കറിയാവുന്ന വീട് ഇതേ ഉള്ളൂ, വേറെ വീടൊന്നും എനിക്കറിയത്തില്ല. എവിടെ? വീട്ടിലോട്ട് പോകണം. ഏത് വീടാന്നേ? ഏത് വീടാ? എൻ്റെ വീട്ടിലോട്ട് പോകുന്നേ. ആ എലിക്കുട്ടിയുടെ വീട് ഏതാന്ന് പറ. ഞാറുകുളത്തേലെ. ആ ഞാറുകുളത്തേലെ വീടാ ഇത്. ഞാറുകുളത്തേലെ വീടാ ഇത്. ഉദരക്കട്ടേലെ. ആ വീടാ ഇത്. ഉദരക്കട്ടേലെ ഒന്നുമല്ലേ? ആ ഇത് ഉദരക്കട്ടയിലെ വീടാ. ആണോ? ആ ആ എലിക്കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട് ഇത്. ഇവിടെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് അവിടെ കിടപ്പുണ്ട്. ആൾക്കാർ അവിടെ കിടപ്പുണ്ട്. അവിടെ ഉണ്ടെന്നേ. ജോമോളെ കാണാത്തോണ്ടാന്ന് തോന്നുന്നു. ജോമോളൊക്കെ അവിടെ ഉണ്ട്. ജോമോളൊക്കെ അവിടെ ഉണ്ടെന്നേ. ആ അകത്തുണ്ട്. കട്ടിലേ നോക്കി. അമ്മ കിടക്കണ മുറിയിൽ അകത്ത് എലിക്കുട്ടി കിടക്കണ മുറിയിലുണ്ട്. ഈ മുറിയിലല്ലേ എലിക്കുട്ടി കിടക്കണേ? ആ ആ രാവിലത്തെ ക്ഷീണം വെളുപ്പിനെ ഏറ്റേ കൊച്ചിനെ പറഞ്ഞു വിടണ്ടേ? അതേതാ? നല്ല ഉറക്കാണോ? അമ്മ അറിയോ? അറിയല്ലേ? പുള്ളിക്കാരത്തിയുടെ വീട് ഇതാ. ആ ആ പുള്ളിക്കാരത്തി ഏതാ? വല്ല പിടിയുണ്ടോ? ആ ഇവിടെ ഒരു വല്യമ്മയുണ്ട്, ഒരു അമ്മയുണ്ട്. അതിനെ നോക്കുക. ഇവിടെ ഒരു അമ്മയുണ്ട്. ആ അമ്മേനെ നോട്ടാ പണി. ആ ആ അമ്മേനെ നോക്കുക. ആ അമ്മേനെ നോക്കണം. ജോലിക്കും പോകണം. ജോലിയൊന്നുമില്ല, വേറെ ജോലിയൊന്നുമില്ല. പിള്ളേരൊക്കെ പഠിക്കുക. പിള്ളേരൊക്കെ പഠിക്കുന്നു. അമ്മ അറിയോ എന്നെ? അമ്മ അറിയോ? അമ്മ അറിയോ കിടക്കുന്നയാളെ? കിടക്കുന്നയാളെ അറിയോ? കിടക്കുന്ന പെണ്ണിനെ അറിയുമോന്ന്? അറിയല്ലേ? അയ്യോ കഷ്ടം. ഒന്ന് നോക്കിക്കേ, മുഖം ഒന്ന് നോക്കിക്കേ. മുഖം ഒന്നും കൂടെ നോക്കിക്കേ, അറിയുമോന്ന്? മുഖത്തേക്ക് ഒന്നും കൂടെ നോക്കിക്കേ, അറിയുമോന്ന്? ആ വല്ല പിടിയുണ്ടോ? വല്ല പിടിയുണ്ടോ? കണ്ണു തുറന്ന് നോക്കുന്നുണ്ടോ? ഇല്ല, ഇച്ചിരി നേരം കൂടെ കിടക്ക്. എവിടെ പോയതാ? കിടക്ക്. വീടിന് ഒരു റൗണ്ട് വെച്ചു. ഞാനേ
എനിക്കറിയാം 2 ദിവസമായിട്ട് ഇപ്പൊ ഇറങ്ങിപ്പോക്കുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ദിവസം കുറ്റിയിട്ടാ കിടന്നു. നിങ്ങളൊക്കെ എവിടെ കിടക്കും? ഞാൻ പിന്നെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ എന്ന് ഓർത്തോണ്ട് 2 ദിവസം കുറ്റിയിട്ട് അമ്മയ്ക്ക് കുറ്റി എടുക്കാൻ മേലാത്ത രീതിയിൽ 2 ദിവസമായിട്ട് ഇറങ്ങിപ്പോക്കല്ലേ. ആ അവിടെ ഇനി അങ്ങനെ നിങ്ങളൊന്നും അങ്ങനെയൊക്കെ ചെയ്തിട്ടേ കിടക്കാവുള്ളൂ കേട്ടോ. കിടക്കുന്നുണ്ടെങ്കിൽ പോയി അറിയല. പുറത്തേക്ക് പോകുന്നില്ല, വട്ടം കറങ്ങി നടക്കുന്നില്ല. എന്നാലും ആരാ മനസ്സിലായോ? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ ഏറ്റതാ. അവന് ചോറും കറിയൊക്കെ കൊടുത്തു വിടണ്ടേ പിള്ളേർക്കല്ലേ? അതുകൊണ്ട് പണി രാവിലത്തെ അടുക്കളയിലൊക്കെ തീർന്നുകൊണ്ട് ഞാനിവിടെ വന്ന് കിടന്നു വെച്ചിട്ട് നേരം. പള്ളിക്കൂട്ടി പോകുമ്പല്ലേ ഒരു പള്ളിക്കൂട്ടി പോണ്ടേ? ആ അമ്മ കിടന്നോ? അപ്പൊ ചോറൊക്കെ കൊണ്ടുപോകണം. കിടന്നോ അമ്മ കിടന്നോ? ലൈറ്റ് ഓഫ് ചെയ്തായിരുന്നു. ആരാന്ന് മനസ്സിലായോ? ധാരാ 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 അതാരാ? ആ അതെന്റെ അനിയത്തിയോ ചേർത്തിയൊക്കെയാ. അനിയത്തിയും ചേർത്തിയാണോ? നീ കിടക്കുന്നുണ്ടോന്നോ? ഇത്ര നേരം നടത്തൊക്കെ ഇരിക്കുമല്ലായിരുന്നോ? ഇത്രയും നേരം നടപ്പം നിൽപ്പമില്ലായിരുന്നോ? ഇച്ചിരി നേരം കിടന്നോ? വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ടൊന്നും പോകാനില്ല, ഇതേ വീടുള്ളൂ, വേറെ വീടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചക്കയുടെ ഫൈനലാണ് ഇന്ന്. കടലാട്ടിയ ചക്കയുടെ പുഴുക്കാണ് കഴിക്കുന്നത് എല്ലാവരും. വിവാൻ രാവിലെ കോളേജിൽ പോയി ഇപ്പോൾ കഴിച്ചിട്ട് പോയി. കഴിച്ചില്ലേ? ചോറ് അവന് 6:45 കഴിക്കാൻ കൊടുക്കണം. എങ്ങനെയാ അവന് ചോറ് കൊടുത്തു വന്ന് കഴിയുമ്പോൾ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക തീർന്നു കേട്ടോ. എലിക്കുട്ടി അവന് ചക്കയായിരുന്നു തിന്നത്. ചക്ക മതിന്ന് പറഞ്ഞു. തിന്നു കേട്ടായിരുന്നു ചക്ക കൊടുത്തത്. ചക്കപ്പുഴുക്കാകുമ്പോൾ തിന്നും, പുഴുക്കൊക്കെ ആകുമ്പോൾ തിന്നുന്ന ഇഷ്ടമുള്ള. അപ്പം ഈ നമ്മുടെ പ്ലാവിലെ ലാസ്റ്റ് ചക്ക ഇനി ഒരെണ്ണം ഉള്ളത് വിവീനയ്ക്ക് കുമ്പളുണ്ടാക്കി കൊടുത്തു വിടാം. അത്രയേ ഉള്ളൂ. സൗച്ചേട്ടായി കൊടുത്തായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.